വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SCRTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഈ ചോദ്യോത്തര വീഡിയോ കാണുന്നതിന് മുമ്പായി ഈ പാഠഭാഗത്തിൻ്റെ വിശദമായ ഡേ 1 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? ഇംഗ്ലണ്ട്. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. കോളനിവൽക്കരണം എന്നാൽ എന്ത്? ഒരു രാജ്യം തൻ്റെ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ കോളനികൾ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്ന പേരെന്ത്? സാമ്രാജ്യത്വം. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്ന പേരെന്ത്? സാമ്രാജ്യത്വം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധം ഏത്? ഒന്നാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ആരൊക്കെയാണ്? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് അറിയപ്പെടുന്ന പേരെന്താണ്? തീവ്ര ദേശീയത. തീവ്രദേശീയതയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? 1. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുക. 2. സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുക. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യം ഏത്? റഷ്യ. പാൻ സ്ലാവ് പ്രസ്ഥാനത്തിലൂടെ റഷ്യ ഏകീകരിക്കാൻ ശ്രമിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? വംശജർ ഏത്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. സ്ലാവ് വംശജർ. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യം ഏത്? ജർമ്മനി. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിലൂടെ ജർമ്മനി ഏകോപിപ്പിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? വംശജർ ഏത്? മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും. ട്യൂട്ടോണിക് വർഗക്കാർ. പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യം ഏത്? ഫ്രാൻസ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതെല്ലാം? അൾസൈസ്, ലോറൈൻ. ഫ്രാൻസ് ജർമ്മനിയുടെ കൈകളിൽ നിന്ന് അൾസൈസ്, ലോറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനം ഏത്? പ്രതികാര പ്രസ്ഥാനം. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ നയിച്ച പ്രതിസന്ധികൾ ഏതെല്ലാം? മൊറോക്കൻ പ്രതിസന്ധി,
ബാൾക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം ഏത്? 1904. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യസന്ധിയിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ബ്രിട്ടൻ, ഫ്രാൻസ്. 1904 രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഏത് രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചത്? ഫ്രാൻസ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ ഫ്രാൻസിൻ്റെ ആധിപത്യത്തിൽ ആണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്ത രാജ്യം ഏത്? ജർമ്മനി. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും രഹസ്യസന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കോയിലെ പ്രധാന തുറമുഖം ഏത്? അഗഡീർ. ജർമ്മനിയെ അനുനയിപ്പിക്കാനായി ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം ഏത്? ഫ്രഞ്ച് കോങ്കോ. ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്ത്. ബാൾക്കൻ മേഖല ഭാഗമായിരുന്ന സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന പേര്? ഓട്ടോമൻ തുർക്കികൾ. ബാൾക്കൻ സഖ്യം രൂപീകരിച്ച വർഷം ഏത്? ഇതിൽ അംഗങ്ങൾ ആയിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? 1912, സെർബിയ, ഗ്രീസ്, ബൾഗേറിയ. യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അറിയപ്പെടുന്ന പേരെന്ത്? ബാൾക്കൻ പ്രതിസന്ധി. ഏറ്റവും പുതിയ ക്ലാസുകൾ ഉടനെ തന്നെ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി അമർത്തൂ. താങ്ക് യു.